സംസ്ഥാന സർക്കാർ മാവൂരിന് അനുവദിച്ച പുതിയ ഫയർ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ദുരന്ത നിവാരണ രംഗത്ത് അതുല്യമായ നേട്ടമാണ് സംസ്ഥാനത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ശിലാഫലക അനാച്ഛാദനം PTA റഹീം MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ മാവൂരിലേക്ക് അനുവദിച്ച പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ 18 തസ്തികകൾ സർക്കാർ പുതുതായി സൃഷ്ടിക്കുകയായിരുന്നു. കൂടാതെ 4 അഗ്നിരക്ഷാ വാഹനങ്ങളും ആവശ്യമായ അഗ്നിരക്ഷാ ഉപകരണങ്ങളും അനുവദിച്ചു. മാവൂരിന് പുറമെ ചാത്തമംഗലം, കുന്നമംഗലം, പെരുമണ്ണ, പെരുവയൽ, കൊടിയത്തൂർ, മലപ്പുറം ജില്ലയിലെ വാഴയൂർ, വാഴക്കാട്, ചീക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും സ്റ്റേഷന്റെ സേവനം ലഭിക്കും. കോഴിക്കോട് ടൗണിൻ്റെ അടുത്തായതിനാൽ ആവശ്യഘട്ടങ്ങളിൽ ടൗണിലേക്കും സേവനമെത്തിക്കാൻ സാധിക്കും. ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 2018 പ്രളയശേഷം ദുരന്ത നിവാരണ രംഗത്ത് സമഗ്രമായ മാറ്റമാണ് സർക്കാർ കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ രംഗത്ത് ജനകീയ പങ്കാളിത്തം കൊണ്ടുവരാൻ സിവിൽ ഡിഫൻസ് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി. കൂടുതൽ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകുമെന്നും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ശാക്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 100 ഫയർ വുമണിനെ നിയമിക്കുകയും 17 വനിതാ സ്കൂബ ടീം ഒരുക്കുകയും ചെയ്തു. ഫയർ അക്കാദമിയെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിവേഗ രക്ഷാപ്രവർത്തനം ഉറപ്പാക്കുന്നതിനുമായി ITBP, NDRF എന്നിവയിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയ 31 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇന്ന് കേരളത്തിൽ സജ്ജമാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ കൂടുതൽ ശാക്തീകരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഈ വകുപ്പിൽ 100 ഫയർ വുമൺ തസ്തിക അനുവദിച്ചത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ചടങ്ങിൽ PTA റഹീം MLA അധ്യക്ഷനായി. ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. നേര്യമംഗലം, രാജകാട് എന്നീ സ്ഥലങ്ങളിൽ പുതിയ അഗ്നിരക്ഷാ നിലയങ്ങൾ, അടൂർ, പത്തനാപുരം, പാനൂർ, ഉപ്പള എന്നിവിടങ്ങളിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C മുനീറത്ത്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK നദീറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വളപ്പിൽ റസാക്ക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP കൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സുരേഷ് പുതുക്കുടി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ IPS, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സുരേഷ് പുതുക്കുടി, ചൂലൂർ നാരായണൻ, NP ഹംസ മാസ്റ്റർ, KM അപ്പുകുഞ്ഞൻ, KC വത്സരാജ്, M സബീഷ്, KK സദാനന്ദൻ, അബ്ദുള്ള മാധോലത്ത്, PT മുഹമ്മദ്, രാജശേഖരൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. CTV പ്രാദേശിക വാർത്ത മാവൂർ.